നാരായണീയം ഒരു കൈയിലെടുത്തുകൊണ്ടും മറുകൈയിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. ഓം നമോ നാരായണായ. ദശകം 83 പൗണ്ഡ്രക വധം. ആദ്യത്തെ 8 ശ്ലോകങ്ങൾ വസന്തതിലകം വൃത്തത്തിലാണ്. ഇവിടെ ആദ്യത്തെ ആ ഒരു ശ്ലോകത്തിലെ ആദ്യ പകുതി, അതായത് 2 വരികളിലായിട്ട് ബലരാമൻ ഗോകുലത്തിൽ പോയ ആ ഒരു വിശേഷമാണ് പറയുന്നത്. ഇതേ സമയം കാശി രാജ്യത്തിൻ്റെ അയൽ രാജ്യമായ കരൂഷത്തിലെ രാജാവായിട്ടുള്ള പൗണ്ഡ്രക വാസുദേവൻ, അതായത് പൗണ്ഡ്രക രാജാവ്, ആ രാജാവിനെ ചെറുപ്പം മുതലേ തന്നെ കൂടെയുള്ളവരൊക്കെ നീയാണ് വാസുദേവൻ, യഥാർത്ഥ കൃഷ്ണൻ, ആ ഭഗവാന്റെ അവതാരം നീയാണ് എന്ന് പറഞ്ഞ് അത് വിശ്വസിക്കാൻ മാത്രം മൂഢനുമായിരുന്നു ആ പൗണ്ഡ്രകൻ. അങ്ങനെയുള്ള ആ പൗണ്ഡ്രകന്റെ കഥയും കൂടെയാണ് ആ 1-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. രാമേ അഥ ഗോകുലഗതേ പ്രമദാ പ്രസക്തേ ഹൂത അനുപേത യമുനാ ദമനേ മദാന്ധേ സ്വൈരം സമാരമതി സേവകവാദമൂഢഃ ദൂതം ന്യയുങ്ക്ത തവ പൗണ്ഡ്രക വാസുദേവഃ. അധ രാമേ, അനന്തരം ബലഭദ്രൻ, അതായത് കഴിഞ്ഞ ദശകത്തിലൊക്കെ കഴിഞ്ഞ ഓരോരോ കഥകൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ ബാണാസുര യുദ്ധമാണ് കണ്ടത്. അതിനുശേഷം പിന്നീട് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഒരു വസന്തകാലത്ത് ബലരാമൻ കുറെ നാളായിട്ട് തൻ്റെ വളർത്തച്ഛനെയും വളർത്തമ്മയെയും ഒക്കെ കണ്ടിട്ട് കുറെ നാളായല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഗോകുലത്തിൽ ചെന്നു. ആ ബലരാമനെ കണ്ടതും എല്ലാവർക്കും വലിയ സന്തോഷമായി. ഭഗവാൻ കൃഷ്ണനെയോ കാണുന്നില്ല, ബലരാമനെയെങ്കിലും കണ്ടല്ലോ എന്ന ആശ്വാസത്തിൽ നന്ദഗോപരും യശോദയുമൊക്കെ ബലരാമനെ അത്യാഹ്ലാദത്തോടെ ആനയിച്ചു സ്വീകരിച്ചു. അതേപോലെ തന്നെ ഗോപസ്ത്രീകൾക്കും ഗോപന്മാർക്കുമൊക്കെ ആദ്യം കുറെ പരാതി പറഞ്ഞു, ഞങ്ങളെയൊക്കെ തീർത്തും മറന്നു അല്ലേ, ഞങ്ങളെ അങ്ങ് ഉപേക്ഷിച്ച പോലെ ആയല്ലോ എന്നൊക്കെ പരാതി പറഞ്ഞു. എന്നാൽ അവരുടെ കൂടെ തന്നെ കുറെ നാൾ കഴിഞ്ഞ് അവരെ സന്തോഷിപ്പിച്ചപ്പോൾ അവരാ വിഷമമൊക്കെ മറന്നു. ഇതിൽ ബലരാമനോടും അനുരാഗമുള്ള കുറെ ഗോപസ്ത്രീകൾ ഉണ്ടായിരുന്നു. അങ്ങനെ രാമേ ഗോകുലഗതേ, രാമൻ ഗോകുലത്തിൽ ചെന്ന സമയത്ത് പ്രമദാ പ്രസക്തേ, പ്രമദ ആ ഗോപസ്ത്രീകളുമായിട്ട് പ്രസക്തേ അങ്ങനെ ജലക്രീഡയ്ക്ക് വിളിച്ചു. അപ്പൊ ഇവരുമായിട്ട് രസിച്ചങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ വരുണന്റെ ഒരു അനുഗ്രഹത്താൽ അല്ലെങ്കിൽ പ്രേരണ അനുസരിച്ച് വാരുണീ ദേവി യഥേഷ്ടം ഒരു വൃക്ഷത്തിൽ നിന്ന് മദ്യം ഒഴുക്കിക്കൊണ്ടേയിരുന്നു.
അപ്പം ഇതൊക്കെ കുടിച്ചിട്ട് അങ്ങനെ അങ്ങനെ മതം കൊണ്ട് മതോന്മത്തരായിട്ട് ഹൂത അനുപേതം, അങ്ങനെ ആ യമുനാ നദിയിൽ ഇറങ്ങി ഒരു ജലക്രീഡ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഹൂതം വിളിച്ചു. പക്ഷേ ഈ ബലരാമൻ മദ്യം കഴിച്ച് മതോന്മത്തനായത് കണ്ടതിൽ പരിഭവിച്ചിട്ട് അനുപേതം, ആ കാളിന്തി വന്നില്ല. അങ്ങനെ വരാഞ്ഞ യമുന ദമനെ, ആ യമുനയെ ഒരു പാഠം പഠിപ്പിക്കുവാൻ വേണ്ടി ആ യമുനയെ തൻ്റെ കലപ്പ കൊണ്ട് വലിച്ചിങ്ങോട്ട് അടുപ്പിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ തന്നെ നശിപ്പിക്കുമോ എന്നുള്ള ഭയത്താൽ ആ യമുന ഒരു രൂപം ധരിച്ചിട്ട് ബലരാമന്റെ അടുത്ത് വന്നിട്ട് എത്ര വേണമെങ്കിലും രമിച്ചോളൂ എന്ന രീതിയിൽ അനുവാദം കൊടുത്തു. അങ്ങനെ സ്വൈരം സമാരമതി, അങ്ങനെ അവരുടെ കൂടെ രസിച്ച് കളിച്ച് ക്രീഡിച്ചങ്ങനെയൊക്കെ ബലരാമൻ അവിടെ ആ ഗോകുലത്തിൽ കുറെ നാൾ കഴിഞ്ഞു എന്ന് പറഞ്ഞ് ആ കഥ അവിടെ തീർക്കുകയാണ്. ഇതേ സമയത്താണ്, അതായത് ബലരാമൻ ഗോകുലത്തിൽ ആയ സമയത്താണ് പൗണ്ഡ്രക വാസുദേവൻ എന്ന ആ ഒരു കരൂഷ രാജാവ് സേവകവാദമൂഢഃ, സേവകന്മാരുടെ വാക്ക് കേട്ട് മൂഢനായിട്ടുള്ള ആ പൗണ്ഡ്രകൻ തവ ദൂതം, അങ്ങേക്ക് ഒരു ദൂത് ന്യയുക്ത അയച്ചുവല്ലോ, ഒരു ദൂതുമായിട്ട് അങ്ങയുടെ അടുത്തേക്കൊരു ദൂതനെ പറഞ്ഞയച്ചുവല്ലോ. ഇവിടെ ആദ്യം ബലരാമൻ ഗോകുലത്തിൽ പോയ കാര്യം പറയുകയാണ്. ഒരു വസന്തകാലത്താണ് ബലരാമൻ ഗോകുലത്തിൽ ചെന്ന് ഗോപന്മാരും ഗോപസ്ത്രീകളുമൊക്കെ ആയിട്ട് ചേർന്ന് കളിച്ച് രസിച്ചങ്ങനെ താമസിക്കുകയുണ്ടായി. അതിനിടയിൽ ഒരിക്കൽ ജലക്രീഡ ചെയ്യുവാൻ ആഗ്രഹിച്ച് കാളിന്തിയെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു. പക്ഷേ ബലരാമൻ മദ്യം കഴിച്ച് മതോന്മത്തനായതിനാൽ കാളിന്തി വന്നില്ല. അതിൽ ദേഷ്യം വന്നിട്ട് ബലഭദ്രൻ കലപ്പ കൊണ്ട് കാളിന്തിയെ കൊളുത്തി വലിച്ച് തൻ്റെ അടുക്കലേക്ക് വരുത്തി. ഇത് കണ്ട് ഭയന്നിട്ട് കാളിന്തി ബലരാമനോട് മാപ്പപേക്ഷിക്കുകയും ജലക്രീഡ ചെയ്യുവാൻ അനുവാദം കൊടുക്കുകയും ചെയ്തു. ഇന്നും ഇതിൻ്റെ ഒരു തെളിവെന്ന പോലെ ഈ വൃന്ദാവനത്തിൽ കാളിന്തി കുറച്ച് ഉള്ളിലേക്കായിട്ട് വഴിമാറി ഒഴുകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതേ സമയം, അതായത് ബലരാമൻ ഗോകുലത്തിൽ ആയിരുന്ന സമയത്താണ് കാശി രാജ്യത്തിന്റെ അയൽരാജ്യമായ കരൂഷത്തിലെ രാജാവായിട്ടുള്ള പൗണ്ഡ്രകൻ, ആ പൗണ്ഡ്രകൻ താനാണ് യഥാർത്ഥ വാസുദേവൻ എന്നും പറഞ്ഞ്, അതിന് കാരണം കൂടെയുണ്ടായ സേവകന്മാരാണ് അയാളെ ഇങ്ങനെ പറഞ്ഞു പറ്റിച്ചത്, അത് കേട്ട് വിശ്വസിക്കാൻ മാത്രം മൂഢനുമായിരുന്നു ആ പൗണ്ഡ്രകൻ. അതുമാത്രമല്ല, അങ്ങനെ വിശ്വസിച്ച് അവിടെ ഇരിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ആ ഭഗവാന്റെ അടുത്ത് തൻ്റെ ഒരു ദൂതനെ അയച്ചിട്ട് ഇനി ഈ അഭിനയമൊക്കെ മതിയാക്കാൻ ഭഗവാനോട് പറയണം. അപ്പൊ അങ്ങനെയാണ് ദൂതനെ അയച്ചത് എന്ന് പറയണം. ദശകം 83. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം രാമേധ ഗോകുലഗതേ പ്രമദാ പ്രസക്തേ ഹൂതാനുപേത യമുനാദമനേ മദാന്ധേ സ്വൈരം സമാരമതി സേവകവാദമൂഢോ ദൂതന്യയുക്ത തവ പൗണ്ഡ്രക വാസുദേവ. ഹരിശരണം. എല്ലാ സജ്ജനങ്ങൾക്കും നാരായണ ഉപാസകർക്കും പ്രണാമം. ഭട്ടപാദർക്കും ശ്രീ ഗുരുവായൂരപ്പനും വ്യാസമഹർഷിക്കും നമസ്കാരം. എല്ലാ പൂർവികരെയും ഗുരുജനങ്ങളെയും സ്മരിക്കുന്നു. എല്ലാ ദൈവിക ശക്തിയും സ്മരിക്കുന്നു. നാരായണീയത്തിലെ 83 ദശകത്തിലെ ശ്ലോകം 1 എടുക്കുന്നത്. ഭഗവത്ലീലകൾ അതിവിശേഷമാണ്. മനുഷ്യരുടെ യുക്തിക്കും വിചാരത്തിനും അതീതമാണ് ഭഗവത്ലീലകളുടെ അവസ്ഥയും അതിൻ്റെ തത്വങ്ങളും ഒക്കെ. അതുകൊണ്ടാണ് ഭക്തിയിൽ യുക്തി ചേരാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയാറുണ്ട്. അത്ഭുതമാണ് ഭഗവാൻ ലീലകളൊക്കെ.
നമ്മുടെ സാമാന്യ ബുദ്ധിക്കോ ബോധത്തിനോ ഉൾക്കൊള്ളാൻ സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും അത് വിശ്വസിക്കുക, ഭഗവാന്റെ ആ മഹാശക്തിയിൽ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുക. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. 1-ാം ശ്ലോകത്തിൽ പറയുന്നത്, ബലരാമമൂർത്തി ഒരിക്കൽ വൃന്ദാവനത്തിലേക്ക് പോകുന്നുണ്ട്. നന്ദഗോപരെയും യശോദയും മറ്റുള്ളതായ എല്ലാവരെയും കാണണം എന്ന് വിചാരിച്ചാണ് പോണത്. അവിടെ ചെന്നു. അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും വളരെ ഹൃദ്യമായ തരത്തിൽ തന്നെ ബലരാമ സ്വാമിയെ സ്വീകരിച്ചു. അവിടെ കുറച്ച് ദിവസം താമസിച്ചു. അതിനിടയ്ക്ക് മദ്യപാനം, അല്ലെങ്കിൽ മദ്യപാനം തന്നെ പറയാം, അതൊക്കെ കഴിച്ച് അല്ലാത്തൊരു അവസ്ഥയിലായി അദ്ദേഹം എന്ന് പറയുകയാണ് അവിടെ പറയുന്നത്. മതാന്ധനായി എന്നാണ് പറയുന്നത്. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മതാന്ധനായി തീർന്ന അദ്ദേഹം യമുനാദേവിയെ തൻ്റെ കൂടെ രമിക്കാനായിട്ട് വിളിച്ചു. യമുനാദേവി വന്നില്ല. അതിൽ അല്പം കോപിച്ച് തൻ്റെ കലപ്പ കൊണ്ട് തന്നെ യമുനാദേവിയെ തന്നിലേക്ക് ആകർഷിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം പറയുന്നുണ്ട് അവിടെ. ആ വന്ന സമയത്ത് ബലരാമൂർത്തിയുടെ മഹത്വം തിരിച്ചറിഞ്ഞതായ യമുന ബലരാമൂർത്തിയെ സ്തുതിക്കുന്നുണ്ട്. സാക്ഷാൽ അനന്തൻ്റെ അവതാരമായതുകൊണ്ട് അങ്ങനെ സ്തുതിച്ചപ്പോൾ ബലരാമൂർത്തി സന്തുഷ്ടനായിട്ട് യമുനാദേവിയെ വിട്ടയച്ചു. മറ്റു ഗോപസ്ത്രീകളായിട്ട് അങ്ങനെ രസമായി രമിച്ചുകൊണ്ടും കളിച്ചുകൊണ്ടും നൃത്തം ചെയ്തുകൊണ്ടും കഴിച്ചുകൂട്ടുകയാണ്. അതാണ് ഇതിൽ മറ്റൊരു വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കലപ്പയും ഒലക്കയാണ് ബലരാമൂർത്തിയുടെ ആയുധങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളത്. കൃഷിയോട് ബന്ധപ്പെട്ടതാണ് രണ്ടും. അദ്ദേഹം വൃന്ദാവനത്തിൽ ചെല്ലുമ്പോൾ അവിടെ ചെടികളൊക്കെ മരങ്ങളൊക്കെ ജലം ലഭിക്കാതെ കണ്ട് ഉണങ്ങിയ പോലെ ആയപ്പോൾ യമുനോടൊന്ന് കയർത്ത് പറയേണ്ടി വന്നു, നീ ഉണ്ടായിട്ടാണോ വൃന്ദാവനം ഇങ്ങനെ ശുഷ്കമായി തീർന്നത്? അതുകൊണ്ട് കലപ്പ കൊണ്ട് വലിച്ച് യമുനയുടെ ജലം വൃന്ദാവനത്തിലേക്ക് എത്തിച്ചു, വൃന്ദാവനത്തിനെ വീണ്ടും പുഷ്കലമാക്കി തീർത്തു എന്നുള്ളതൊരു വ്യാഖ്യാനം കൂടി ഉണ്ട് അവിടെ. അതുകൊണ്ട് ആദ്യത്തെ ജലസേചന പദ്ധതി എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ ബലരാമൂർത്തിയുടെ കയ്യിൽ നിന്ന് ഉണ്ടായത് എന്ന് ചില വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ഇതൊക്കെ ഒരു ഭാഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കാശി രാജ്യത്തിനടുത്തുള്ളതായ ഒരു രാജ്യമാണ് കുരൂഷം. അവിടെ വസുദേവൻ എന്നുള്ളതായ ഒരാളുടെ പുത്രനായിട്ട് പൗണ്ഡ്രകൻ ഉണ്ടായി. അദ്ദേഹം രാജാവാണ്. വസുദേവൻ രാജാവാണ്, അദ്ദേഹത്തിൻ്റെ മകനാണ് പൗണ്ഡ്രകൻ. അങ്ങനെ പൗണ്ഡ്രക വസുദേവൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു അവിടെ. അദ്ദേഹത്തിനെ പ്രീണിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും തക്കതായിട്ടുള്ളതായ മുഖസ്തുതി പറയുന്നവരും സ്തുതി പാഠകരും കൂടെയുണ്ട്. അതൊക്കെ കേട്ട് അഹങ്കാരിക്കാനും അഭിമാനിക്കാനുമൊക്കെ തുടങ്ങി ഈ ഒരു പൗണ്ഡ്രക വാസുദേവൻ. ജനിച്ചപ്പോൾ തന്നെ ആ കുട്ടിയെ കണ്ടപ്പോൾ നിറം കൊണ്ട് കറുത്തതാണ്, പിന്നെ നല്ല ഭംഗിയുള്ള കുട്ടിയായതുകൊണ്ട് കുട്ടിക്കാലം തൊട്ട് പറയാൻ തുടങ്ങിയിത്രേ, ഇവനെ കണ്ടാൽ ഒരു ഈശ്വരാവതാരം പോലെയുണ്ട്, അല്ലെങ്കിൽ ഭഗവാന്റെ അവതാരം പോലെയുണ്ടെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കി കൊടുത്തു ഈ പൗണ്ഡ്രക വാസുദേവന് താൻ ഭഗവാന്റെ അവതാരമാണ് എന്നുള്ളത്. അത്രയ്ക്ക് തന്നെ വിവരമുള്ളൂ. ഇത് കേട്ട് അത് വിശ്വസിച്ചു, താൻ അതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴാണ് താൻ സാക്ഷാൽ വിഷ്ണുവിൻ്റെ അവതാരമാണ് എന്നൊക്കെയാണ് അത്ര വിചാരിച്ചത്. അങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് മറ്റൊരു വാർത്തയുണ്ടായത്. ദ്വാരകയിലും ഭഗവാന്റെ അവതാരം എന്ന് കരുതുന്ന ശ്രീകൃഷ്ണനുണ്ടെന്നും അദ്ദേഹം ഭഗവാന്റെ എല്ലാ ആയുധങ്ങളും
വേഷഭൂഷാദികളുമായിട്ടാണ് അവിടെ ഉള്ളതെന്നും മനസ്സിലായി. ദ്വാരകയിൽ പലപ്പോഴും ഈ ആയുധങ്ങളൊക്കെ ഉള്ളതായിട്ടാണ് പറയുന്നത്. വിഷ്ണുവിൻ്റെ അവതാരമാണല്ലോ. ഇതൊക്കെ കേട്ടപ്പോൾ താനാണല്ലോ ഭഗവാന്റെ അവതാരമായി നിൽക്കുന്നത്, തനിക്കൊരു പ്രതിയോഗി വരണു എന്ന് വിചാരിച്ചു. പൂർണ്ണമായും വിശ്വസിച്ചിരിക്കുകയാണ് ഈ സ്തുതിപാഠകരുടെ ജൽപ്പനങ്ങളിലൊക്കെ. അപ്പം അതിനൊരു അറുതി വരുത്താൻ വേണ്ടിയിട്ട് ഭഗവാന്റെ അടുത്തേക്ക് ഒരു ദൂതനെ പറഞ്ഞിരിക്കുകയാണ് ഈ പൗണ്ഡക വാസുദേവൻ. അതാണ് 1-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. നമ്മളെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നവരായാലും ഇകഴ്ത്തി പറയുന്നവരായാലും നമുക്ക് നമ്മളെക്കുറിച്ച് നല്ലൊരു ധാരണയുണ്ടെങ്കിൽ ആ വാക്കുകളിലൊന്നും നമ്മൾ വീഴില്ല. അതുകൊണ്ടാണ് തനിക്ക് തന്നെക്കുറിച്ച് ധാരണയുണ്ടാവണം. അതുപോലെ തന്നെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ധാരണയുള്ളത് ഭഗവാനുമാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഭാഗവതത്തിൽ വരുന്ന ഈ കഥാപാത്രം വിശേഷപ്പെട്ടതായിട്ട് കണക്കാക്കണം. ഭഗവാന്റെ ഇച്ഛയില്ലാണ്ട് ഭാഗവതത്തിലൊന്നും ഒരു കഥാപാത്രം പ്രത്യക്ഷപ്പെടില്ല. അപ്പോൾ അവിടെ ഭഗവത് ഇച്ഛയും കൂടി ഈ ഒരു കഥയുടെ പിൻഭാഗത്തുണ്ടെന്ന് വേണം സങ്കല്പിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ഭഗവത് ലീലയുടെ മറ്റൊരു വശം കാണാൻ പോവുകയാണ്. ഹരിശരണം.